താങ്കൾ ആ കുട്ടിയുടെ ആധാർ കാർഡ് പരിശോധിച്ചോ ശ്രീ ജലീൽ പുനലൂർ? താങ്കൾ പരിശോധിച്ചോ? ഞാൻ പരിശോധിച്ചു. എവിടെ? ഞാൻ പരിശോധിച്ചു. എന്റെ കയ്യിലുണ്ട്. എവിടെ? എന്റെ കയ്യിലുണ്ട് ആധാർ കാർഡ്. അങ്ങനെയുണ്ടെങ്കിൽ ഞാൻ കക്ഷി രാഷ്ട്രീയ ചിന്തയ്ക്കപ്പുറം ഞാൻ പറയുന്നു, ആ വിവാഹ കാർമ്മികത്വം നൽകിയ രജിസ്ട്രാർ ആരാണോ രജിസ്ട്രാർ മാത്രമല്ല, നിങ്ങളെന്തിനാ ഈ രജിസ്ട്രാറെ മാത്രം കൂട്ടുപിടിക്കുന്നത്? രജിസ്ട്രാർ അല്ല, രജിസ്ട്രാറിന്റെ മേലെ നിന്നുള്ള നിർദ്ദേശം ഉണ്ടല്ലോ. രജിസ്ട്രാറിന്റെ മേലെ നിന്നുള്ള നിർദ്ദേശമുണ്ട്. ആരാണ് നിർദ്ദേശം കൊടുത്തത്? ഇവിടെ അധികാരത്തിൽ ഇരിക്കുന്ന CPM, ഇവിടെ അധികാരത്തിൽ ഇരിക്കുന്ന ഇടതുമുന്നണിക്ക് നേതൃത്വം നൽകുന്ന CPM എന്ന പാർട്ടിയിൽ നിന്നും ആ രജിസ്ട്രാറിന് നിർദ്ദേശം നൽകുന്നു, എത്രയും പെട്ടെന്ന് ഈ കല്യാണം നടത്തിക്കൊടുക്കണം. ശ്രീ ജലീൽ പുനലൂർ, മൊണാലിസയുടെ ഔദ്യോഗിക നാമധേയം മോനി ഭോസ്ലെയാണ്. ഞാനത് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. 20-5-2015 ഈ പെൺകുട്ടിക്ക് ആധാർ കാർഡ് ഇഷ്യൂ ചെയ്തത്. 20-5-2015, അതായത് 11 വർഷം മുമ്പ്. കാർഡിൽ, ഈ പെൺകുട്ടിയുടെ കാർഡിൽ പേര് മൊണാലിസ. എങ്ങനെയാണ് സാർ ഈ മോനി ഭോസ്ലെ മൊണാലിസ ആവുന്നത്? എപ്പോഴാണ്? 2025 10 വർഷം മുമ്പ് എങ്ങനെയാണ് ഈ ഒരു മിനിറ്റ് താങ്കൾ ഞാൻ പറയുന്നത് കേൾക്കൂ, ഒരു മിനിറ്റ്. ഈ മോനി ഭോസ്ലെ 10 വർഷം മുമ്പ് എങ്ങനെയാണ് മൊണാലിസയായിട്ട് മാറുന്നത്? 2025 മൊണാലിസയായ കുട്ടി 2015 മൊണാലിസയായത് എങ്ങനെയാണ്? എന്ത് മാജിക്കാണ് അവിടെ സംഭവിച്ചത്? എന്ത് മറിമായമാണ് സംഭവിച്ചത്? പിന്നെ ഒരു ജനന സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയിട്ടുണ്ട്. ഈ ജനന സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്ത് എപ്പോഴാണ്? 5-6-2025. അപ്പോൾ ആധാർ കാർഡിന് അപേക്ഷിച്ചപ്പോൾ ഈ ജനന സർട്ടിഫിക്കറ്റ് കൈവശം ഉണ്ടായിരുന്നില്ലേ? സാധാരണ ആധാർ കാർഡ് എങ്ങനെയാണ് ലഭിക്കുന്നത് ശ്രീ ജലീൽ പുനലൂർ? എന്തൊക്കെ രേഖകൾ നമ്മൾ ഹാജരാക്കണം? എന്തൊക്കെ രേഖകൾ ഹാജരാക്കിയാലാണ് ആധാർ കാർഡ് കിട്ടുന്നത്? ഇത് ഏത് ഒരു അരിയാഹാരം കഴിക്കുന്ന ആർക്കും മനസ്സിലാവില്ലേ? ഇത് വ്യാജ നിർമ്മിതിയാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ?